നമസ്കാരം. കഴിഞ്ഞ നവംബർ 10-നാണ് ദില്ലിയിൽ നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. അതായത് ദില്ലിയിലെ ഒരു തിരക്കേറിയ റോഡിൽ ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഒരു കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അതീവ തീവ്രതയുള്ള സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. ഇതൊരു ചാവേർ ആക്രമണമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് കണ്ടു. ആ ചാവേർ ആക്രമണം നടത്തിയത് ഉമർ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ഇയാൾ ഒരു ഭീകരവാദിയാണ്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ഇങ്ങനെയൊരു ഭീകരാക്രമണ പദ്ധതി ഇട്ടത് എന്നതാണ് പിന്നീട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. അതായത് ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ അവർ നടത്താനിരുന്ന ഒരു ഭീകരാക്രമണമായിരുന്നില്ല. അവർ രാജ്യത്ത് വൻതോതിൽ ഈ കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി രാജ്യത്തിൻ്റെ 6 നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താനാണ് അവർ പദ്ധതിയിട്ടിരുന്നത്. അതിനുവേണ്ടി കിലോ കണക്കിന് ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളാണ് രാസവളത്തിൽ നിന്നും ഇവർ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഡോക്ടർമാരടങ്ങുന്ന ഒരു ഭീകര സംഘമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത്. ഇത് കൃത്യമായി തന്നെ ഈ ഭീകര ആക്രമണം നടത്താനുള്ള പദ്ധതികൾ നടത്തുന്നു, സ്ഫോടക വസ്തുക്കൾ സ്വരൂപിക്കുന്നു. അതിനുശേഷം ഈ ആക്രമണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുമ്പോഴാണ് NIA-യുടെ പിടിവീഴുന്നത്. അതോടുകൂടി ഈ ഡോക്ടർമാരുടെ 4-അംഗ സംഘം അറസ്റ്റിലാവുകയായിരുന്നു. ഈ 4-അംഗ സംഘത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു ആക്രമണമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2900 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ മാത്രമല്ല, പുറത്ത് വേറെയും ചില ഭീകരവാദികളുണ്ട് എന്ന് അന്ന് തന്നെ സൂചന ലഭിച്ചിരുന്നു. അതിൽ ഒരു ഭീകരനായ ഡോക്ടർ ഉമർ മുഹമ്മദ് നബിയാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ചെങ്കോട്ട ആക്രമിക്കാൻ പോകുന്നത്. പക്ഷെ ചെങ്കോട്ട അന്ന് അവധിയായിരുന്നതിനാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ ട്രാഫിക് ഐലൻഡിൽ വെച്ച് കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ സ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചു. 15ഓളം ആളുകൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനമാണ്. വിദേശ ഹാൻഡിലർമാരുടെ സഹായത്തോടു കൂടി ഈ രാജ്യത്തിനകത്തുള്ള ഒരു ഭീകരവാദ സ്ലീപ്പർ സെല്ലാണ് ഈ ആക്രമണം നടത്തിയത്. നിരവധി പേർ ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത, ഈ കേസിലെ 8-മനായ ഒരു ഡോക്ടർ കൂടി ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ബാരാമുള്ള സ്വദേശിയായ ബിലാൽ നസീർ എന്ന ഒരു ഡോക്ടറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, NIA-യുടെ പിടിയിലായിട്ടുള്ളത്. ഇയാളും ആ വൈറ്റ് കോളർ ഭീകര സംഘാംഗമായിരുന്നു. ഇയാളാണ് ഉമർ മുഹമ്മദ് നബിക്ക് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക സഹായം നൽകിയത് എന്ന വിവരമാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്നത്. NIA സംഘം ഈ ഡോക്ടറെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഈ വഴിത്തിരിവ് ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഏതൊക്കെ വിദേശ രാജ്യങ്ങളാണ്, ഏതൊക്കെ ഭീകര സംഘടനകളാണ് ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കൂടുതൽ തെളിവുകൾ ഒരുപക്ഷെ ഈ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘത്തിൽ നിന്നും ലഭിച്ചേക്കും. ഈ സംഘത്തിലുള്ള ഏറ്റവും അവസാനത്തെ കണ്ണിയാണോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ബാരാമുള്ള സ്വദേശിയുടേത് എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ NIA സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ 8-മനായ ഡോക്ടർ കൂടി പിടിയിലാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.